എല്ലാവർക്കും നമസ്കാരം. കൾച്ചറൽ ലൈബ്രറിയുടെ ഭാഗമായിട്ട് പുസ്തകം അവതരിപ്പിക്കണമെന്നൊരു അഭിപ്രായം പ്രകാശനോട് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ പല പുസ്തകങ്ങളെ കുറിച്ച് ചിന്തിച്ചെങ്കിലും അന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ പണ്ട് വായിച്ചതും എനിക്ക് ആ പുസ്തകത്തിന്റെ ആരംഭകാലം പോലെ അറിവുള്ളതുമായിട്ടുള്ള ഒരു ബുക്കാണ് പറക്കത്തല ഈ ഗംഗയുടെ യാത്ര. നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്ന ശ്രീ പി കൃഷ്ണമൂർത്തിയാണ് അതിന്റെ രചയിതാവ്. ആ പുസ്തകത്തിന്റെ ഉത്ഭവം, അതായത് പ്രിന്റ് ചെയ്തൊരു പുസ്തകമാണ് നമ്മളിപ്പോ കാണുന്നത്. പുസ്തകം പ്രിന്റ് ചെയ്തതുമായിട്ടുള്ള ഒരു ചെറിയൊരു കഥയുണ്ട്. ആ കഥ പറഞ്ഞുകൊണ്ട് ഞാനത് പുസ്തകാവതരണം ആരംഭിക്കാം. പി എൻ കൃഷ്ണമൂർത്തി ആദ്യത്തെ നോവലായിട്ടാണ് ഇത് പ്രസിദ്ധീകരിക്കണം കുരുമ്പിട്ടത്. അപ്പൊ ആദ്യത്തെ നോവലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏത് പ്രസാധകരും അത് ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കും. കാരണം അതെങ്ങനെ വിറ്റുപോകുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം സ്വന്തമായിട്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് കാഞ്ഞൂര് സൈഡിലുള്ള ഒരു പ്രസ്സിനെ അത് ഏൽപ്പിച്ചു. അദ്ദേഹവും ഭാര്യയും മാസങ്ങൾ എടുത്തിട്ടാണ് അത് തെറ്റി. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടർ ഒന്നും അന്നില്ലല്ലോ. അന്നുള്ളത് അച്ചാണ്. അപ്പൊ അച്ച് നിരത്തി 3-4 ചേച്ചിമാർ ഇങ്ങനെ നിന്ന് നിരത്തും. ഒരു പേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇത്ര ഒരു ബോക്സിൽ അച്ച് നിരത്തണം. അങ്ങനെ ഒരു ബുക്കില് 64 പേജ് ഉണ്ട്. 64 ഇതേപോലത്തെ ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യണം. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആദ്യത്തെ പ്രിന്റ് വന്നു കഴിഞ്ഞപ്പോ നിറയെ മിസ്റ്റേക്സ് അതിന്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു മാനുസ്ക്രിപ്റ്റ്, അതായത് കയ്യെഴുത്ത് പ്രതി മനോരമയ്ക്ക് അയച്ചു കൊടുത്തു. ആ മനോരമയില് വാരാന്ത പതിപ്പില് അത് ഇടുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന്റെ ഒരു സുപ്രഭാതത്തിൽ ഞായറാഴ്ചത്തെ പത്രം എടുത്ത് നോക്കിയപ്പോ അതിലൊരു കോളം, ആ കോളത്തില് ഈ ബുക്കിന്റെ കണ്ടന്റ് ഇട്ടേക്കാണ്. സാരാംശം ഇട്ടിട്ട് ബാക്കി പൂരിപ്പിച്ച് അയക്കാൻ പറഞ്ഞ വിദ്യാർത്ഥികളിൽ നിന്നൊരു മത്സരം അവര് ഇൻവൈറ്റ് ചെയ്തേക്കാണ്. ചതിയാണല്ലോ അത്. ആ ബുക്കിന്റെ കണ്ടന്റ് എടുത്ത് അതൊരു മത്സരമാക്കി മാറ്റാണ്. അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്തിട്ട് അവർക്ക് ലെറ്റർ അയച്ചു. നേരിട്ട് പോയി ഇതിങ്ങനെ എന്റെ ബുക്ക് എന്റെ കണ്ടന്റ് ആയതുകൊണ്ട് എന്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചെയ്തോ എന്നൊരു കണ്ടീഷനിലെത്തി. അങ്ങനെ അവർ ആ മത്സരം മാറ്റി വെച്ചു. റിലീസ് ചെയ്ത ശേഷമാണ് DC ബുക്സ് ഇത് ഏറ്റെടുക്കുന്നത്. ഇത് സെക്കൻഡ് എഡിഷനാണ്. ഫസ്റ്റ് എഡിഷൻ വേറെ ഉണ്ട്. ഫസ്റ്റ് എഡിഷനില് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഗംഗയുടെ പടമാണ്. മേഘത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു പടമാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ നോവലാണ്. ശാസ്ത്രകഥകൾ നമുക്ക് അത്ര പരിചിതമല്ല, എന്നാലും എല്ലാവരും അത് കേട്ടിട്ടുണ്ടാവും. അന്നത്തെ ഈ പൈങ്കിളി വാസികളൊക്കെയാണ് മലയാള മനോരമ. സീരിയലിന്റെ കഥകളും ആ കഥാപാത്രങ്ങളും അനുസരിച്ചുള്ള മറ്റ് കഥകൾ വരുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യും. അതുമായിട്ട് ബന്ധമില്ലാത്തൊരു കഥ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. ഈ കഥയിലെ മെയിൻ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ആൽഫയാണ്. രണ്ടാമതൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഗയാണ്. നമ്മളെ പോലെ ഒരു നാട്ടിൻപുറത്താണ് ഈ കഥാ പശ്ചാത്തലം. കുറെ കൃഷിയും നെൽപ്പാടങ്ങളും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം. ഈ പെൺകുട്ടികളെ കളിക്കുന്ന ഒരു കളി എന്ന് പറയുന്നത് കിളികളിയാണ്. പാടവരമ്പത്ത് നിന്നിട്ട് അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ്.